ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഇത് ഊണിൻ്റെ കൂടെ എടുക്കുമ്പോഴത്തേക്കും ഈ ഓരോ മുളകും കൂടെ എടുത്ത് ഒന്ന് ഉടച്ച് വേണം ഇത് കറി കൂട്ടാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലും രുചിയും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് കടുക് വറക്കാൻ പോലും വറ്റൽമുളക് ഉപയോഗിക്കുന്നില്ല. എരിവിനും കടുക് വറക്കാനും കൊണ്ടാട്ടം മുളകാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ 2 പച്ചമുളകും കൂടെ ഇതിന് എരിവിന് വേണ്ടി ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം വെള്ളരിക്ക ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ്. സാധാരണ നമ്മൾ ഇതിൻ്റെ അരപ്പിന് പോലും ചെറിയ ഉള്ളി ചേർക്കാറില്ലല്ലോ മോരുകറിക്ക്. ഇതിൻ്റെ അകത്ത് ചെറിയ ഉള്ളിയും കൂടെ ചേർത്താണ് അരപ്പുണ്ടാക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി. ഇത് അരയ്ക്കാനും കടുക് വറക്കാനും കൂടിയാണ്. 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഇതിൻ്റെ പ്രധാന ചേരുവ പറഞ്ഞില്ല. ഇത് തൈരാണ് എടുത്തിരിക്കുന്നത്. 2.5 കപ്പ് തൈരുണ്ട്. ഇത് നമുക്ക് തൈരായിട്ടല്ല വേണ്ടി, ഇത് മോരാക്കി എടുക്കണം. അതിന് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ല ലൂസായിട്ട് അടിച്ചെടുക്കണം. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയത്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം നമുക്ക് ഇതിനെ ഒരു അരപ്പ് തയ്യാറാക്കി വെക്കാം. അതിന് തേങ്ങ ഒരു ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരൽപ്പം കറിവേപ്പില, 4 ചുവന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി, ഒരു എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി തൈരും കൂടെ ഒന്ന് ഉടച്ചു വെക്കണം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. ഈ തൈരും നന്നായിട്ടൊന്ന് അടിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൂടെ 2 പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളരിക്ക വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 4 കൊണ്ടാട്ടം മുളകും കൂടെ ചേർക്കുവാണ്. ഇനി ഞെടുപ്പൊന്നും കളയുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കൊണ്ടാട്ടം മുളകിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മൾ കൊണ്ടാട്ടം മുളകും കൂടെ കൂടിയാണല്ലോ വറുത്തിടുന്നത്. അതിലും ഉപ്പ് വരാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് വേണം ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടാൻ. ഓണാക്കി ഇപ്പോൾ ഒരു 10 മിനിറ്റായി. വെള്ളരിക്കയുടെ വേവ് എന്തായെന്നൊന്ന് നോക്കാം. വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്, മുറിഞ്ഞു പോരുന്നുണ്ട്. ഇനി അതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർക്കാം. ജാറ് കഴുകി ഒരൽപ്പം വെള്ളം കൂടെ ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളയ്ക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കാം. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് പോരെ, ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. ഒരു 1 മിനിറ്റ് ഈ അരപ്പൊന്ന് തിളയ്ക്കണം. ആ തേങ്ങയുടെ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ ആ കറി 1 മിനിറ്റ് ഒന്ന് തിളച്ചതാണ്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ച് ഓഫ് ചെയ്യുകയോ ചെയ്തിട്ട് മോര് ചേർക്കാം. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനി തീ ഒന്ന് ഓണാക്കാം. ഒന്ന് പതഞ്ഞ് വരണം. അതായത് ഒന്ന് നന്നായിട്ട് ആവി കയറി വരണം.
ഇത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മോരുകറിയിൽ നിന്നും വ്യത്യാസമാണെന്ന് മനസ്സിലായില്ലേ? ഇതിൻ്റെ അത് ചേരുവകൾ കൊണ്ട് തന്നെ. ഇത് ആന്ധ്ര കർണാടക അതിർത്തികളിലെ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന ഒരു മോരുകറിയാണ്. അവരുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു മോരുകറിയാണിത്. ഇനി നിങ്ങൾ മോരുകറി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം. നല്ല രുചിയുള്ളൊരു മോരുകറിയാണ്. ചോറിൻ്റെ അകത്തൊക്കെ ഒഴിച്ച് കൂട്ടാൻ ഏറ്റവും നല്ലൊരു കറിയാണ്. ഇപ്പം എന്ത് നന്നായിട്ട് ചൂടായി ആവി വന്നിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ നിൽക്കേണ്ട, മോര് ചേർത്ത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. ഇതിലേക്ക് ഉലുവ ചേർക്കാം. ചുമന്നുള്ളി ചേർക്കാം. കൂടെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. കൊണ്ടാട്ടമുളക് ഇത് ഇച്ചിരി 7 എണ്ണം ഉണ്ട്. ഈ മുളക് മുറിക്കൊന്നും വേണ്ട, ഇതുപോലെ തന്നെ കിടന്നാൽ മതി. ഒന്ന് മൂത്ത് വരണം. വറ്റൽമുളകാണെങ്കിൽ നമ്മൾ മുറിച്ചല്ലേ ചേർക്കുന്നത്. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം. ഒരു അല്പസമയം ഒന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കിതൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് വിതറിക്കൊടുക്കാം. വീണ്ടും നമുക്ക് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ആന്ധ്ര സ്റ്റൈൽ മോരുകറി എന്തായെന്നൊന്ന് നോക്കാം. കണ്ടോ? നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഊണിൻ്റെ കൂടെ എടുക്കുമ്പോഴത്തേക്കും ഈ ഓരോ മുളകും കൂടെ എടുത്ത് ഒന്ന് ഉടച്ച് വേണം ഇത് കറി കൂട്ടാനായിട്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലും രുചിയും. ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മോരുകറിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.